ഇടുക്കി ജില്ലയുടെയും ഒരു ചിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഇടുക്കി നിയോജക മണ്ഡലത്തിൽ വാശിയേറിയ വോട്ടിംഗാണ് നടന്നത്. തികച്ചും സമാധാനപരമായിട്ടായിരുന്നു വോട്ടിംഗ് നടന്നത്. അനിഷ്ട സംഭവങ്ങൾ ഒരിടത്തു പോലും റിപ്പോർട്ട് ചെയ്തില്ല. രണ്ടിടത്ത് വോട്ടിംഗ് യന്ത്രങ്ങൾ പണിമുടക്കിയെങ്കിലും താമസം കൂടാതെ തന്നെ പ്രവർത്തനക്ഷമമാക്കി. SIR ലിസ്റ്റ് പ്രകാരം വോട്ടർ പട്ടിക തയ്യാറാക്കിയതിനാൽ വോട്ടർമാരെ പരമാവധി ബൂത്തിൽ എത്തിക്കുവാനും പ്രവർത്തകർക്ക് കഴിഞ്ഞിട്ടുണ്ട്. വിവരങ്ങളുമായി ബിജു വൈശൻപറമ്പിൽ ഇടുക്കി മണ്ഡലത്തിൽ നിന്നും ചേർന്നു. ബിജു, ഇടുക്കി മണ്ഡലത്തിലെ ഒരു തെരഞ്ഞെടുപ്പ് ചിത്രം എങ്ങനെയാണ്? വിശദാംശങ്ങൾ. ശിവനെ, ഇടുക്കി നിയോജക മണ്ഡലത്തിൽ വോട്ടെടുപ്പ് പൂർണ്ണമായും സമാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഒരു ബൂത്തിൽ പോലും 6:30ക്ക് ശേഷം വോട്ട് ചെയ്യാനുള്ള വോട്ടർമാർ നിര ഉണ്ടായിരുന്നില്ല. അറക്കുളത്ത് കുടയത്തൂരും കഞ്ഞിക്കുഴിയിലും വാഴത്തോപ്പിലും മരിയാപുരത്തും വാത്തിക്കുടിയിലും കാമാക്ഷിയിലും കട്ടപ്പന നഗരസഭയിലെ കഞ്ചാർ പഞ്ചായത്തിലും ഒക്കെയും 6:30യോടുകൂടി എല്ലാ ലൈനുകളും തീർന്നു കഴിഞ്ഞിരുന്നു. എടുത്തു പറയേണ്ടത് SIR ലിസ്റ്റ് വന്നതിന് ശേഷമുള്ള ഒരു വോട്ടർ പട്ടികയായിരുന്നു ഈ പ്രാവശ്യം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വോട്ടർമാർ എത്രത്തോളം ഉണ്ട് എന്നുള്ള വളരെ വ്യക്തമായ ഒരു കണക്ക് നമുക്ക് മുൻപിൽ ഉണ്ടായിരുന്നു. ആ ഒരു കണക്ക് പ്രകാരം മുന്നണിയുടെ, അതായത് രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർക്കുമൊക്കെ യഥാസമയം വോട്ടർമാരെ ഓരോരുത്തരെയും വീടുകളിൽ പോയി കണ്ടെത്തി കൊണ്ടുവരുവാനും ഒക്കെയുള്ള അവസരം വരെ ലഭിച്ചു. എടുത്തു പറയേണ്ടത് ഇടുക്കി നിയോജക മണ്ഡലത്തിൽ വോട്ടിംഗ് യന്ത്രങ്ങൾ ഒരിടത്തു പോലും പണിമുടക്കിയില്ല എന്നുള്ളതാണ്. രണ്ടിടത്ത് ഒരു ചെറിയ ഒരു തകരാറ് കാണിച്ചു. അത് കട്ടപ്പനയിലും വള്ളക്കടവിലുമായിരുന്നു. ആ ഒരു വിഷയം ക്ഷണനേരം കൊണ്ട് തന്നെ പരിഹരിച്ചു. ഒരിടത്ത് മാത്രമേ ഒരു 30 മിനിറ്റ് കാലതാമസം നേരിട്ടു എന്നുള്ളതാണ് വസ്തുത. ശേഷം കാമാക്ഷി പഞ്ചായത്തിലേക്ക് വന്നാൽ കാമാക്ഷി പഞ്ചായത്ത് താഴത്ത് നീലവേൽ ബൂത്തിലാണ് ഒരു മണിയോടുകൂടിയാണ് അവിടെ ഒരു വലിയ ഒരു ഒച്ചപ്പാടും ബഹളവും ഒക്കെ ഉണ്ടായി. അത് മറ്റൊന്നുമായിരുന്നില്ല, അവിടെ വോട്ടെടുപ്പ് സമയത്ത് വോട്ടർമാർക്ക് താമസം നേരിട്ടു എന്നുള്ളതായിരുന്നു വിഷയം. അത് നമ്മൾ കഴിഞ്ഞ ബുള്ളറ്റിനിലൊക്കെ വളരെ വ്യക്തമായി റിപ്പോർട്ട് ചെയ്തായിരുന്നു. എന്തായാലും നമ്മൾ വാർത്ത ചെയ്ത 1 മണിയുടെ ബുള്ളറ്റിൻ വരുന്നു. 1:45 ജില്ലാ കളക്ടറുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം ആ വിഷയം പരിഹരിക്കപ്പെട്ടു. എടുത്തു പറയേണ്ടത് ഇടതുവലത് മുന്നണികൾ നേർക്കുനേർ മത്സരിക്കുന്ന ഇടുക്കി നിയോജക മണ്ഡലത്തിൽ വാശിയേറിയ പോളിംഗ് ശതമാനം തന്നെയാണ് ഉയർന്നിരിക്കുന്നത്. 74.65% ഇടുക്കി നിയോജക മണ്ഡലത്തിൽ ഈ സമയം ലഭിക്കുന്ന വോട്ടിംഗ് ശതമാനം. ഇതിൽ മാറ്റം സംഭവിക്കാം. കാരണം വോട്ടിംഗ് കറക്റ്റ് 6 മണിക്കാണ് സമാപിച്ചത്. അതിന്റെ ഏകീകരിച്ചുള്ള ഒരു ശതമാന കണക്ക് ഔദ്യോഗികമായി തന്നെ വന്നിട്ടില്ല. കഴിഞ്ഞ ഇതേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2021 70.99% മാത്രമായിരുന്നു എന്നുള്ളതാണ്. ആ ഒരു ശതമാനം വെച്ച് നോക്കുമ്പോൾ നല്ലൊരു വർധനം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി റോഷി അഗസ്റ്റിനും UDFന്റെ റോയ്ക്ക പൗലോസും ഒക്കെ ഇനി ഈ പെർസെന്റേജ് വെച്ചുള്ള വിജയ പരാജയ കണക്കുകളായിരിക്കും കൂട്ടലും കിഴിക്കലും ഒക്കെ കടന്നു പോകുന്നത്. എന്നിരുന്നാൽ തന്നെയും ഫലം വരാതെ നമുക്ക് ഒരു മുൻപർ പ്രഖ്യാപനം അല്ലെങ്കിൽ ഫലപ്രവചനം സാധ്യമല്ല എന്നുള്ളതാണ് വസ്തുത. എന്നിരുന്നാൽ തന്നെ എടുത്തു പറയേണ്ടത് സമാധാനപരമായി തന്നെ ഇടുക്കി നിയോജക മണ്ഡലത്തിന്റെ പോളിംഗ് കഴിഞ്ഞു എന്നുള്ളതാണ്. ഒരു ബൂത്തിൽ പോലും ഒരു അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ല. രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള സംഘർഷങ്ങൾ അങ്ങനെ ഒന്നും ഉണ്ടായില്ല. ആശിച്ചവർക്കും ആഗ്രഹിച്ചവർക്കുമെല്ലാം തങ്ങളാലാവുന്നത് പോലെയുള്ള ഒരു വോട്ടവകാശം വിനിയോഗിക്കുവാൻ 2026 ഈ തെരഞ്ഞെടുപ്പ് കൊണ്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. പൊതുവെ സമാധാനപരമായി തന്നെ ഇലക്ഷൻ കഴിഞ്ഞു. ഇനി വോട്ടെടുപ്പ് കഴിഞ്ഞു. ഇനി വോട്ടെണ്ണലിനെ കാത്തിരിക്കാം. അങ്ങനെ റിസൾട്ടിനായും കാത്തിരിക്കാം. ഷിബിൻ.